ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ആരംഭിക്കാം. കേരളത്തിലെ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് ഉദ്ഘാടനം ചെയ്തത് എന്നാണ്? 2023 ഏപ്രിൽ 25. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിലെ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് ഉദ്ഘാടനം ചെയ്തത് 2023 ഏപ്രിൽ 25. സർവീസ് നടത്തുന്നത് കാസർഗോഡ്, തിരുവനന്തപുരം, കോട്ടയം വഴി ഉള്ള സർവീസാണ് ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ. കേരളത്തിലെ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ ഇന്ത്യയിലെ എത്രാമത്തെ വന്ദേ ഭാരത് ട്രെയിൻ സർവീസാണ്? 15ാമത്തെ. ഇപ്പോൾ ഏകദേശം 51ഓളം വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് ആയിട്ടുണ്ട് ഇന്ത്യയിൽ. കേരളത്തിലെ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് ഇന്ത്യയിലെ എത്രാമത്തെ വന്ദേ ഭാരത് ട്രെയിൻ സർവീസാണെന്ന് ചോദിച്ചാൽ അത് 15ാമത്തെയാണ്. കേരളത്തിലെ രണ്ടാമത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് ഉദ്ഘാടനം ചെയ്തത് 2023 സെപ്റ്റംബർ 24. അതും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത്. ഇത് കാസർഗോഡ്, തിരുവനന്തപുരം റൂട്ടിലോടുന്ന ആലപ്പുഴ വഴി പോകുന്ന ട്രെയിനാണ് രണ്ടാമത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ. ഇത് 2023 സെപ്റ്റംബർ 24 ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിലെ രണ്ടാമത്തെ വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് ഇന്ത്യയിലെ എത്രാമത്തെ വന്ദേ ഭാരത് ട്രെയിൻ സർവീസാണ്? 33ാമത്തെ. കേരളത്തിലെ രണ്ടാമത്തെ വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് ഇന്ത്യയിലെ 33ാമത്തെ വന്ദേ ഭാരത് ട്രെയിൻ സർവീസാണ്. അപ്പോൾ ആദ്യത്തെ കേരളത്തിലെ വന്ദേ ഭാരത് ഇന്ത്യയിലെ 15ാമത്തേതും രണ്ടാമത്തെ കേരളത്തിലെ വന്ദേ ഭാരത് ട്രെയിൻ സർവീസ് ഇന്ത്യയിലെ 33ാമത്തെ ട്രെയിൻ സർവീസുമാണ്. വയനാട്ടിൽ കണ്ടെത്തിയ പുതിയ ഇനം ഫംഗസ് ഏതാണ്? സാമൂരി നോറം. വയനാട്ടിൽ കണ്ടെത്തിയ പുതിയ ഇനം ഫംഗസാണ് സാമൂരി നോറം. ക്രിക്കറ്റ് പിച്ച് ക്യൂറേറ്ററായ ആദ്യ വനിതയാരാണ്? ജസീന്ത കല്യാൺ. ക്രിക്കറ്റ് പിച്ച് ക്യൂറേറ്ററായ ആദ്യ വനിത ജസീന്ത കല്യാണാണ്. കേരള ബാങ്കിൻ്റെ പുതിയ CEO ആരാണ്? ജോർട്ടി എം ചാക്കോ. കേരള ബാങ്കിൻ്റെ പുതിയ CEO ജോർട്ടി എം ചാക്കോയാണ്. ഗഗൻയാൻ ദൗത്യത്തിനുള്ള സഞ്ചാരികളുടെ പട്ടികയിൽ ഉൾപ്പെട്ട മലയാളി ആരാണ്? പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. പാലക്കാട് നെന്മാറ സ്വദേശിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ് ഗഗൻയാൻ ദൗത്യത്തിനുള്ള സഞ്ചാരികളുടെ പട്ടികയിൽ 4 പേരാണ് ഉൾപ്പെട്ടത്. അതിൽ മലയാളി പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ്. മൈ കൺട്രി മൈ ലൈഫ് ആരുടെ ആത്മകഥയാണ്? LK അദ്വാനി. 2024 ഭാരതരത്ന പുരസ്കാരത്തിന് അർഹനായ ഇന്ത്യയുടെ മുൻ ഉപപ്രധാനമന്ത്രി കൂടിയായ LK അദ്വാനിയുടെ ആത്മകഥയാണ് മൈ കൺട്രി മൈ ലൈഫ്. മനുഷ്യ മസ്തിഷ്കത്തിൽ വയർലെസ് ചിപ്പ് ഘടിപ്പിച്ച ഇലോൺ മസ്കിൻ്റെ കമ്പനിയുടെ പേരെന്താണ്? ന്യൂറാലിങ്ക്. മനുഷ്യ മസ്തിഷ്കത്തിൽ വയർലെസ് ചിപ്പ് ഘടിപ്പിച്ച ഇലോൺ മസ്കിൻ്റെ കമ്പനിയാണ് ന്യൂറാലിങ്ക്. 2024 ഫെബ്രുവരി 1 അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റ് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ്റെ എത്രാമത്തെ ബജറ്റായിരുന്നു? 6ാമത്തെ. 2024 ഫെബ്രുവരി 1 അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റ് ഇപ്പോഴത്തെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ്റെ 6ാമത്തെ ബജറ്റായിരുന്നു. തുടർച്ചയായ 6ാമത്തെ ബജറ്റ് കൂടിയായിരുന്നു, അതുകൂടെ ശ്രദ്ധിക്കുക. തുടർച്ചയായ 6ാമത്തെ ബജറ്റായിരുന്നു. 2024 ഫെബ്രുവരി 14 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രം ഏതാണ്? ബാബ്സ് ഹിന്ദു മന്ദിർ. അബുദാബിയിലാണിത്. അബുദാബിയിലെ ബാബ്സ് ഹിന്ദു മന്ദിറാണ് 2024 ഫെബ്രുവരി 14 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രം. 2024 ഫെബ്രുവരി 4 ഫേസ്ബുക്ക് ആരംഭിച്ചിട്ട് എത്ര വർഷം തികഞ്ഞു? 20 വർഷം. ഇപ്പോൾ 2004 ഫെബ്രുവരി 4 ഫേസ്ബുക്ക് ആരംഭിച്ചത്. 2024 ഫെബ്രുവരി 4 ഫേസ്ബുക്ക് ആരംഭിച്ചിട്ട് 20 വർഷമാണ് തികഞ്ഞത്. കേരള മീഡിയ അക്കാദമിയുടെ മുഖമാസികയായ മീഡിയയുടെ മീഡിയ പേഴ്സൺ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് ആരാണ്? വൈൽ അൽദഹ് ദൂതാണ്. കേരള മീഡിയ അക്കാദമിയുടെ മുഖമാസികയായ മീഡിയയുടെ മീഡിയ പേഴ്സൺ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് വൈൽ അൽദഹ് ദൂതാണ്. 2024 ഫെബ്രുവരി 4 അന്തരിച്ച കവിയും നിരൂപകനുമായ NK ദേശത്തിൻ്റെ യഥാർത്ഥ പേരെന്താണ്? N കുട്ടിക്കൃഷ്ണപിള്ള.
2024 ഫെബ്രുവരി 4 അന്തരിച്ച കവിയും നിരൂപകനുമായ NK ദേശത്തിൻ്റെ യഥാർത്ഥ പേര് N. കുട്ടിക്കൃഷ്ണപിള്ള എന്നാണ്. കേരള ഹൈക്കോടതി ഉൾപ്പെടുന്ന കേരളത്തിൻ്റെ ജുഡീഷ്യൽ സിറ്റി സ്ഥാപിതമാകുന്നത് എവിടെയാണ്? കളമശ്ശേരി. എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിലാണ് കേരള ഹൈക്കോടതി ഉൾപ്പെടുന്ന കേരളത്തിൻ്റെ ജുഡീഷ്യൽ സിറ്റി സ്ഥാപിതമാകുന്നത്. മഹാകവി G. ശങ്കരക്കുറുപ്പ് സ്മാരകം ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? എറണാകുളം മറൈൻ ഡ്രൈവിൽ. മഹാകവി G. ശങ്കരക്കുറുപ്പ് സ്മാരകം, G സ്മാരകം എന്നൊക്കെ ഇതറിയപ്പെടും. മഹാകവി G. ശങ്കരക്കുറുപ്പ് സ്മാരകം ഉദ്ഘാടനം ചെയ്തത് എറണാകുളത്തെ മറൈൻ ഡ്രൈവിലാണ്. അസമിൻ്റെ സംസ്ഥാന ഫലമായി പ്രഖ്യാപിക്കപ്പെട്ടത് എന്താണ്? കാജി നീമു. നാരങ്ങ ഇനത്തിൽപ്പെട്ടൊരു ഫലമാണിത്. അസമിൻ്റെ സംസ്ഥാന ഫലമാണ് കാജി നീമു. പത്മശ്രീ പുരസ്കാരം ലഭിച്ച ഇന്ത്യയിലെ ആദ്യ വനിതാ പാപ്പാൻ ആരാണ്? പാർവതി ബറുവ. പാർവതി ബറുവ ആസാംകാരിയാണ്. പത്മശ്രീ പുരസ്കാരം ലഭിച്ച ഇന്ത്യയിലെ ആദ്യ വനിതാ പാപ്പാനാണ് പാർവതി ബറുവ. ഇന്ത്യയും കിർഗിസ്ഥാനും തമ്മിൽ ഹിമാചൽ പ്രദേശിലെ ബാഗ്ലോഹിൽ 2024 ജനുവരി 22 മുതൽ ഫെബ്രുവരി 3 വരെ നടത്തിയ സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ പേരെന്താണ്? ഗജ്ജാർ. ഇന്ത്യയും കിർഗിസ്ഥാനും തമ്മിൽ 2024 ജനുവരി 22 മുതൽ ഫെബ്രുവരി 3 വരെ ഹിമാചൽ പ്രദേശിലെ ബാഗ്ലോഹിൽ വെച്ച് നടത്തിയ സംയുക്ത സൈനിക അഭ്യാസമാണ് ഗജ്ജാർ. ബ്രിട്ടനിൽ മേയർ പദവിയിലെത്തിയ ആദ്യ ഇന്ത്യൻ വംശജയാരാണ്? ശ്രീല ഫ്ലാദർ. ബ്രിട്ടനിൽ മേയർ പദവിയിലെത്തിയ ആദ്യ ഇന്ത്യൻ വംശജ ശ്രീല ഫ്ലാദറാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന സ്വരൂപിക്കാനായി അവതരിപ്പിച്ച ഏത് സംവിധാനമാണ് 2024 ഫെബ്രുവരിയിൽ സുപ്രീം കോടതി റദ്ദാക്കിയത്? ഇലക്ടറൽ ബോണ്ട്. രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന സ്വരൂപിക്കാനായി അവതരിപ്പിച്ച ഇലക്ടറൽ ബോണ്ട് എന്ന സംവിധാനമാണ് 2024 ഫെബ്രുവരിയിൽ സുപ്രീം കോടതി റദ്ദാക്കിയത്. 2024 ഭാരതരത്ന പുരസ്കാരം ലഭിച്ചവരിൽ കർപ്പൂരി ഠാക്കൂർ ഏത് സംസ്ഥാനത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ആയിരുന്നു? ബീഹാറിൻ്റെ. 2024 ഭാരതരത്ന പുരസ്കാരം ലഭിച്ചവരിൽ കർപ്പൂരി ഠാക്കൂർ ബീഹാറിൻ്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു. 2024 പത്മവിഭൂഷൺ പുരസ്കാരം നേടിയ സിനിമാ താരം ആരാണ്? ചിരഞ്ജീവി. 2024 പത്മവിഭൂഷൺ പുരസ്കാരം നേടിയ സിനിമാ താരം ചിരഞ്ജീവിയാണ്. പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയിൽ 100% സാച്ചുറേഷൻ നേടിയ ഇന്ത്യയിലെ ആദ്യ ജില്ല ഏതാണ്? വയനാട്. പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയിൽ 100% സാച്ചുറേഷൻ നേടിയ ഇന്ത്യയിലെ ആദ്യ ജില്ല വയനാടാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തുരങ്ക റെയിൽപാതയായ T50 സ്ഥാപിതമായത് എവിടെയാണ്? ജമ്മു കാശ്മീരിൽ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തുരങ്ക റെയിൽപാതയായ T50 സ്ഥാപിതമായത് ജമ്മു കാശ്മീരിലാണ്. ഈ അടുത്ത കാലത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. പത്മശ്രീ ജേതാവായ EP നാരായണൻ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തെയ്യം. പത്മശ്രീ ജേതാവായ EP നാരായണൻ തെയ്യം കലാകാരനാണ്. അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലെ രാംലല്ല വിഗ്രഹം നിർമ്മിച്ച ശില്പി ആരാണ്? അരുൺ യോഗിരാജ്. അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലെ രാംലല്ല വിഗ്രഹം നിർമ്മിച്ച ശില്പി അരുൺ യോഗിരാജാണ്. കേരളത്തിലെ ആദ്യത്തെ ദീപാലങ്കൃത പാലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോഴിക്കോട് ജില്ലയിൽ ഫറോക്കിൽ. കേരളത്തിലെ ആദ്യത്തെ ദീപാലങ്കൃത പാലം സ്ഥിതി ചെയ്യുന്നത് ഫറോക്കാണ്. ഫറോക്ക് കോഴിക്കോടാണ്. സോമാലിയൻ കടൽക്കൊള്ളക്കാർ റാഞ്ചിയ ഇറാൻ്റെ ഇമാൻ എന്ന മത്സ്യബന്ധന ബോട്ടിനെ മോചിപ്പിച്ച ഇന്ത്യൻ കപ്പൽ ഏതാണ്? INS സുമിത്ര. സൊമാലിയൻ കടൽക്കൊള്ളക്കാർ റാഞ്ചിയ ഇറാൻ്റെ ഇമാൻ എന്ന മത്സ്യബന്ധന ബോട്ടിനെ മോചിപ്പിച്ച ഇന്ത്യൻ കപ്പൽ INS സുമിത്രയാണ്. 2024 ജനുവരിയിൽ വിശ്വനാഥൻ ആനന്ദിനെ മറികടന്ന് ഇന്ത്യയിലെ ചെസ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ താരം ആരാണ്? R പ്രജ്ഞാനന്ദ. 2024 ജനുവരിയിൽ വിശ്വനാഥൻ ആനന്ദിനെ മറികടന്ന് ഇന്ത്യയിലെ ചെസ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ താരം R പ്രജ്ഞാനന്ദയാണ്. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് സുരക്ഷ ഒരുക്കിയ കേന്ദ്രസേന ഏതാണ്? CRPF. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് സുരക്ഷ ഒരുക്കിയ കേന്ദ്രസേന CRPF ആണ്. ഏത് ഗ്രഹത്തിൻ്റെ പഠനത്തിനായി നാസ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന ദൗത്യമാണ് മാഗി? ചൊവ്വ. ചൊവ്വ ഗ്രഹത്തിനെ കുറിച്ച് പഠിക്കാനായി നാസ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന ദൗത്യമാണ് മാഗി.
പുൽമേടുകളും വന്യജീവികളെയും സംരക്ഷിക്കുന്നതിനായി അട്പാടി കൺസർവേഷൻ റിസർവ് നിലവിൽ വരുന്നത് ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്ര. പുൽമേടുകളും വന്യജീവികളെയും സംരക്ഷിക്കുന്നതിനായി അട്പാടി കൺസർവേഷൻ റിസർവ് നിലവിൽ വരുന്നത് മഹാരാഷ്ട്രയിലാണ്. കേരളത്തിൽ ഫ്രണ്ട് ഓഫീസിൽ റോബോട്ടിൻ്റെ സേവനം പൊതുജനങ്ങൾക്ക് നൽകുന്ന ആദ്യ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? എലിക്കുളം ഗ്രാമപഞ്ചായത്ത്, കോട്ടയം. കേരളത്തിൽ ഫ്രണ്ട് ഓഫീസിൽ റോബോട്ടിൻ്റെ സേവനം പൊതുജനങ്ങൾക്ക് നൽകുന്ന ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് കോട്ടയം ജില്ലയിലെ എലിക്കുളം ഗ്രാമപഞ്ചായത്താണ്. അടുത്തിടെ മീരാബായിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ നാണയത്തിൻ്റെ മൂല്യം എത്രയാണ്? 525 രൂപ മൂല്യമുള്ള നാണയമാണ് അടുത്തിടെ മീരാബായിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയത്. 2023 യുനെസ്കോയുടെ ഏഷ്യ പസഫിക് അവാർഡ് നേടിയ കർണികാര മണ്ഡപം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ക്ഷേത്രം ഏതാണ്? കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലം ക്ഷേത്രം. 2023 യുനെസ്കോയുടെ ഏഷ്യ പസഫിക് അവാർഡ് നേടിയ കർണികാര മണ്ഡപം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലം ക്ഷേത്രമാണ്. ബ്രിക്സിൻ്റെ എത്രാമത് ഉച്ചകോടിയാണ് 2024 ഒക്ടോബറിൽ റഷ്യയിൽ നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നത്? 16ാമത്തെ. ബ്രിക്സിൻ്റെ 16ാമത്തെ ഉച്ചകോടിയാണ് 2024 ഒക്ടോബറിൽ റഷ്യയിൽ വെച്ച് നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നത്. 28ാമത് IFFKയിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് സിനിമയാണ്? ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ്. 28ാമത് IFFKയിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന സിനിമയാണ്. അടുത്തിടെ പുറത്തുവിട്ട ഹിമപ്പുലി സെൻസസ് പ്രകാരം ഏറ്റവും കൂടുതൽ ഹിമപ്പുലികളുള്ള ഇന്ത്യൻ ഭരണഘടകം ഏതാണ്? ലഡാക്ക്. അടുത്തിടെ പുറത്തുവിട്ട ഹിമപ്പുലി സെൻസസ് പ്രകാരം ഏറ്റവും കൂടുതൽ ഹിമപ്പുലികളുള്ള ഇന്ത്യൻ ഭരണഘടകം ലഡാക്കാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.